ദിവസവും അമ്പലം തുറക്കണം. രണ്ട് മാസം മാത്രമാക്കി നിർത്തുക. അതിന്റെ ആവശ്യമില്ല. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അവിടെ പലരും ദർശനം കിട്ടാതെ തിരിച്ചു പോകുന്നു. അവരൊക്കെ വളരെ വിഷമിച്ചാതെ തിരിച്ചു പോകുന്നത്. അതിന്റെ ആവശ്യം എന്താണ്? അമ്പലങ്ങളിൽ 365 ദിവസം അമ്പലത്തിൽ പ്രവേശനം കൊടുത്തൂടെ? എന്തിനീ തെക്കും തിരക്ക് ഉണ്ടാക്കേണ്ട കാര്യം എന്താ? അതിന്റെ കാര്യം ആചാര ലംഘനം ഈ തന്ത്രിമാര് പറയുന്നതാണോ ശരി? അത് ദേവസ്വം ബോർഡും സർക്കാരും തീരുമാനമെടുക്കണം. തന്റെ ഇടമായി തീരുമാനമെടുക്കണം. സുപ്രീം കോടതി പറഞ്ഞു എല്ലാ സ്ത്രീകളെയും കയറ്റാവുന്നു. അപ്പോൾ അവിടെ കൈകൊട്ടി ഭജന നടത്തിയപ്പോൾ സർക്കാർ അതിന്റെ മുമ്പിൽ മുട്ടുമടക്കി. അത് വളരെ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കേണ്ടത്. ഇനിയും അത് ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. കാര്യം അവിടെ ഈ 17 വയസ്സുകാരി അവിടെ നമ്മുടെ പണി അപ്പുറത്തിരിക്കുക. ഇപ്പൊ പെണ്ണുങ്ങൾ പോകത്തില്ല എന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? പെണ്ണുങ്ങൾ അവിടെ കയറ്റാൻ പാടില്ലെന്ന് അത് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ട്? 17 വയസ്സുകാരി അന്ന് മുതലിരിക്കുക. കല്യാണി ചീരപ്പച്ചേറിയല്ല നമ്മുടെ സുശീല ഗോപാലിന്റെ തറവാട്ട് വീട്ടില് പഴയ കളരി പഠിക്കാൻ പോയപ്പോൾ കൂട്ടിക്കൊണ്ടുവന്ന. ഇതൊക്കെ സത്യങ്ങളാണെങ്കിൽ ഇത് അനുവദിച്ചൂടെ? ശബരിമല നമ്മുടെ ഈ സ്ത്രീകളെല്ലാം ഭയപ്പെടുത്തി വെച്ചിരിക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തോ സംഭവിച്ചു പോകുന്ന. അവിടെ പണ്ട് കാടായിരുന്നു, വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ശബരിമലയുടെ സ്ഥിതിയൊക്കെ മാറി. ഇഷ്ടംപോലെ യാത്ര ചെയ്യാൻ അവിടെ കാടൊന്നും ഇല്ല വലുതായിട്ട്. അപ്പൊ ആ രീതിയിലുള്ള ഇഷ്ടംപോലെ സ്ത്രീകൾക്ക് എല്ലാ ദിവസവും 365 ദിവസവും ഈ ദർശനം അനുവദിക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമില്ല. എല്ലാവർക്കും ദർശനം നടത്താൻ കഴിയും. ഇതൊരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണം. കാര്യം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് അയ്യപ്പന്മാർ വരുന്നുണ്ട്. നമ്മൾ എവിടെ പോയാലും അവിടെ നിന്നെല്ലാം. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഡൽഹിയിലുണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്ന് കെട്ടി വരികയാണ് ആളുകൾ. എല്ലാ സംസ്ഥാനത്തും വരിക. ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി അത് ശബരിമല മാറ്റിയും കൂടെ വേണം. അത് ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും അതുകൂടി അതിനോട് വയ്ക്കുകയാണ്. ഇതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കേരളത്തിലെ ഇങ്ങനൊരു ക്ഷേത്രത്തിൽ ഇപ്പൊ തിക്കും തിരക്ക് കണ്ടില്ലേ? ആളുകൾ മരിക്കാതിരുന്ന ആരുടെ ഭാഗ്യം? എന്ത് ബഹളമായിരുന്നു അവിടെ നടക്കുന്നത്? ഇപ്പോഴും നടക്കുന്നു. ഞാനൊരു 10-15 പ്രാവശ്യം ശബരിമലയിൽ പോയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇങ്ങനെ ഏർപ്പാടുണ്ടോ? 2 മാസം മാത്രം തുറന്നു വയ്ക്കുക, ബാക്കിയുള്ള അവിടെ ഉറങ്ങുക. അതൊക്കെ മാറ്റം വരണ്ടേ? അവിടെ ഇപ്പൊ ഒരു വൃത്തിയില്ലെന്നാണ് പറയുന്നത്. വേസ്റ്റ് കുന്നുകൂടി കിടക്കും. ഇതിനെ സംബന്ധിച്ചുള്ള നിങ്ങളെ ദൃശ്യമാധ്യമങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളിൽ എത്തിക്കുന്ന ദൃശ്യമാധ്യമം, പത്രമാധ്യമങ്ങൾ. അപ്പൊ അത് വേണ്ട സഹായങ്ങൾ ചെയ്യണം. ഞങ്ങളെ ഇത് ജനങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും കാണുമായിരിക്കും. എങ്കിൽ തന്നെ ഞങ്ങളിതുമായി മുന്നോട്ട് പോകും. നിയമപരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയല്ലേ? ഭരണഘടനാ ബെഞ്ചില് എന്തോ വരട്ടെ. എന്താ പറയാ? ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലിരിക്കുകയല്ലേ വിഷയം? വെർഡിക്റ്റ് വരട്ടെ. അല്ല, വെർഡിക്റ്റ് എന്നാ വരുന്നത്? വെർഡിക്റ്റ് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ശാശ്വതീകാനന്ദ സ്വാമി എന്ന് പറഞ്ഞ ശിവഗിരി മഠത്തില് പ്രഗത്ഭനായ സന്യാസി വര്യനെ നമ്മുടെ പെരിയാറ്റിന്റെ തീരത്ത് വെള്ളത്തിനടിയിൽ വെച്ച് വെടിവെച്ച് വന്നു. 2002 ജൂലൈ മാസം 1-ാം തീയതി. എന്നിട്ട് അതിനെ സംബന്ധിച്ച് 4 തിരുവോണം നാളിലെ സെക്രട്ടേറിയറ്റ് പഠിക്കുന്ന നിരാഹാരം കിടന്നവനാണ് ഈ സുവർണകുമാർ. അതിന് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിരന്തരമായി പെറ്റീഷൻ കൊടുക്കുകയും ഞങ്ങൾ സംഘടനാപരമായി കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഞാനൊരു പെറ്റീഷൻ കൊടുത്തപ്പോൾ പറയാ അതിന്റെ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷം എത്രയായി? അപ്പൊ ഞാൻ നീണ്ടുപോകുന്നതല്ല. വോട്ട് ബാങ്ക് ആയിട്ട് എല്ലാവരും വെടിവെച്ചാണ് വന്നത്. അതിന് തെളിവുകളുണ്ട്. ഞാൻ അതിൽ ഹാജരാക്കിയിട്ടുണ്ട്. സ്വാമിയെ വെടിവെച്ച് വന്ന് സ്വാമിയുടെ ചെവിയുടെ വലത് ചെവിയുടെ മുകളിൽ 1 സെന്റിമീറ്റർ വൃത്തത്തിലുള്ള ദ്വാരം ഉണ്ടായിരുന്ന വെള്ളവും രക്തം കൂടെ ഈ സമാധി ഇരുന്നവരെ അവിടുന്ന് കൊണ്ടുവന്ന് തുടച്ചുകൊണ്ടിരുന്ന ഒരു സന്യാസി. ഞങ്ങൾ അന്നേ പ്രഖ്യാപിച്ചതാണ്. അതിന് ഒരുപാട് തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഞാൻ സെക്രട്ടേറിയറ്റ് പഠിക്കുന്ന 4 തിരുവോണം നാളിൽ നിരാഹാരം കിടന്നവനാണ്. അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നുവരെ നടന്നിട്ടില്ല. അതെ, CBI അന്വേഷിക്കണം പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിരാഹാരം കിടന്നത്. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല.
ഇപ്പോഴും അന്വേഷണം നടക്കുന്നതെന്നാണ് ഈ 6 മാസത്തിന് മുമ്പ് എനിക്ക് സർക്കാരിൽ നിന്ന് മറുപടി. ഏത് സർക്കാർ വന്നാലും അതിനെ പറ്റി അന്വേഷിക്കുന്നില്ല. അപ്പം പിന്നെ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷനിൽ വിടണം. വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയല്ലേ. അതാണ് നേരത്തെ പറഞ്ഞത്. വേറെ ഒരു ചോദ്യം ഉണ്ടാകും. എല്ലാവരെയും കണ്ടതിൽ വലിയ സന്തോഷം.